ഹായ് നമസ്കാരം, വിഷ്ണു മൂലകേടിലാണ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇന്ന് ചിറ്റപ്പൻ്റെ വീട്ടിൽ നിന്നാണ്. നല്ല കിടുക്കാച്ചിയായിട്ട് വിറകടുപ്പിൽ വേവിച്ച കപ്പയും അതുപോലെ വിറകടുപ്പിൽ വേവിച്ച ചോറും അതുപോലെ തന്നെ വിറകടുപ്പിൽ വേവിച്ച വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഇതാണ് ആ സ്പെഷ്യൽ ഐറ്റം, ചിറ്റപ്പൻ്റെ പോത്ത് കറി. ഇത് പുനലൂർ ഇലിക്കാട്ടൂരാണ് ചിറ്റപ്പൻ്റെ വീട്. അപ്പോൾ അവിടെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒന്ന് കൂടുന്നപ്പോൾ അതുകൊണ്ട് കുറേ നാളായിപ്പോൾ. അപ്പോൾ ചിറ്റപ്പൻ്റെ സ്പെഷ്യൽ പോത്തും അതുപോലെ തന്നെ അതിലും സ്പെഷ്യലായിട്ടുള്ള നല്ല മാമ്പഴ പുളിശ്ശേരിയും ഒക്കെയാണ്. തൈര് ഉടച്ചപ്പോൾ അത്ര അങ്ങോട്ട് ക്ലിയർ ആയില്ല, അതുകൊണ്ടാണ് ചെറിയൊരു പിരിവിര കിടക്കുന്നത്, അല്ലാതെ വെന്ത് പോയിട്ട് തിളച്ച് പോയിട്ടല്ല കേട്ടോ. എന്തായാലും നമ്മളിന്ന് കപ്പയും നല്ല കുത്തരിച്ചോറും അതുപോലെ തന്നെ നല്ല കിടുക്കാച്ചായിട്ട് കറി വെച്ചിട്ടുള്ള പോത്തും മാമ്പഴ പുളിശ്ശേരി, അതിൻ്റെ കൂടെ വേണ്ടേ ഉപ്പിലിട്ട ഉപ്പുമാങ്ങ. ഇതെല്ലാം കൂടെ തന്നെ കണ്ടപ്പോൾ തന്നെ എന്താ വൈബാന്ന് മനസ്സിലായില്ലേ. ഇനി നമ്മളിതൊരു പിടി പിടിക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ നല്ല ലൈറ്റ് കട്ടനാണ്. ഒരു രക്ഷയും ഇല്ലാത്ത ഒരു അനുഭവമായിരുന്നു. അതിൻ്റെ കൂടെ കപ്പയും മാങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ഈ മാമ്പഴ പുളിശ്ശേരിയും ബീഫ് കൂടെ അങ്ങോട്ട് ഇട്ട് എൻ്റെ പൊന്നെ ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ, സ്വർഗം മാമാ സ്വർഗം. ഒരു രക്ഷയില്ല. കുറേ നാൾ കൂടി മനസ്സ് നിറഞ്ഞ് വയറ് നിറച്ചൊന്ന് ആഹാരം കഴിക്കുന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ കഴിക്കുമ്പോഴെന്ന് പറയുന്നത് അറിഞ്ഞ് കഴിക്കും, ആസ്വദിച്ച് കഴിക്കും. അവസാന പ്ലേറ്റിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ഒരു തരി ചോറ് പോലും ഇല്ലാതെ എല്ലാം ഫിനിഷാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീട്ടിൽ കാണാം. അതുവരേക്കും ദിസ് ഈസ് വിഷു മലികാട്ടിൽ സൈനിങ് ഓഫ്. ബൈ ബൈ.